നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയും NSS തമ്മിൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ? NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയത്. ഡൽഹിയിലെ NSS ആസ്ഥാനത്ത് മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CP രാധാകൃഷ്ണൻ. NSS ജനറൽ സെക്രട്ടറി അധികാര പ്രകടനമാണ് നടത്തുന്നത്. ഞാനാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് ഇന്നയാൾ വരേണ്ട, ഇന്നയാൾ വരണം എന്ന് തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല എന്നതുകൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം മന്നത്തിൻ്റെ സംഭാവനകളാണ്, ആ മന്നം ഉണ്ടാക്കിയതാണ് ഇതെല്ലാം എന്നത് ഓർമ്മ വേണം. അവിടെ മറ്റു ചിലർ അധികാരം കാണിക്കുന്നത് ശരിയല്ല എന്നതുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു. നേരത്തെ ഈ ചടങ്ങിൽ തന്നെ പങ്കെടുത്ത സുരേഷ് ഗോപി മറ്റൊന്നുകൂടി പറഞ്ഞു, പെരുന്നയിൽ ഒരു ശുചീകരണം നടക്കും, അത് ഒന്നുകിൽ സ്വയം നടക്കും അല്ലെങ്കിൽ അത്തരമൊരു ശുചീകരണം ഉടൻ ഉണ്ടാവും എന്ന്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നുകൂടി സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നുണ്ട്. നേരത്തെ സുരേഷ് ഗോപിയുടെ പെരുന്നാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഉപരാഷ്ട്രപതിയുടെ പെരുന്നാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ടും ബംഗാൾ ഗവർണർ ആയിരുന്ന CV ആനന്ദബോസിന്റെ പെരുന്നാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സന്ദർശന അനുമതി നിഷേധിക്കപ്പെട്ടതിന്. എന്നാൽ ഇതിനെല്ലാം കൃത്യമായി പറയാൻ ജി സുകുമാരൻ നായർക്ക് കാരണങ്ങളുമുണ്ട്. ഇവരാരും നേരത്തെ ഔദ്യോഗികമായി ചോദിച്ചിട്ട് വന്നതല്ല. ഇതിൽ ഉപരാഷ്ട്രപതി SP കോളേജിൽ ഒരു പരിപാടിക്ക് വരുന്ന വഴിക്ക് പോലീസുകാരാണ് ഇങ്ങനെ അനുമതി ചോദിച്ചത്. അത് ഉപരാഷ്ട്രപതി വരുന്നത് കൊണ്ടല്ല. അവിടെ മന്നം സമാധിയിൽ നായയെ കയറ്റിയുള്ള പരിശോധന ഞങ്ങൾക്ക് അനുവദിക്കാനാവില്ല, അത് പവിത്രമായ സ്ഥലമായി NSSന്റെ കുടുംബാംഗങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ്, അതിവിടെ കയറ്റാൻ ആവില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ആണെങ്കിൽ NSSന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് പ്രവേശനം നിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കുള്ള അവസരം ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇപ്പോൾ സുകുമാരൻ നായർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നാണ്. സുകുമാരൻ നായർ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അല്ലാതെ മാധ്യമങ്ങൾക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ തരത്തിലായിരുന്നു. എന്തായാലും BJPക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? NSSനെ പിടിച്ചെടുക്കുക, സുകുമാരൻ നായരെ പുറത്താക്കി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമുണ്ടോ എന്നുള്ള സംശയം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തായാലും പരസ്യമായ വിമർശനം NSSനെ എക്കാലത്തും ചേർത്തു പിടിക്കാൻ ശ്രമിച്ചിരുന്ന BJP പരസ്യമായ ഒരു വിമർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തയ്യാറാവുന്നു. അത്തരമൊരു ഏറ്റുമുട്ടലിലേക്കാണോ BJPയും NSSും തമ്മിൽ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവലാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ഫാദർ, ഈ NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി തന്നെ ഇന്നലെ നടത്തിയത്. CP രാധാകൃഷ്ണൻ പറഞ്ഞത് ചിലർക്ക് ചില അധികാര സ്ഥാനങ്ങളുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് ഇന്നയാൾ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചിലരാണ്, അത് ശരിയല്ല എന്നതുകൂടി പറയുന്നു. അവരുടെ അധികാരം ഈ മന്നം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ അധികാരമൊക്കെ കാണിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്നതുകൂടി പറയുന്നുണ്ട്. എന്തു തോന്നുന്നു താങ്കൾക്ക്? BJPക്ക് അങ്ങനെ ഈ സുകുമാരൻ ഇലക്ഷനിൽ നേരിട്ട് സഹായിക്കാത്ത സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ ഇവരൊക്കെ പ്രോട്ടോകോൾ അനുസരിച്ച് ഉന്നത സ്ഥാനങ്ങളിലുള്ളവരാണ്. അവരെ അപമാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അവരൊരു അനുവാദം ചോദിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് അനുവദിക്കേണ്ടതാണ്. എന്തായാലും നിബന്ധനകൾ എന്ന് നല്ല രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താം. ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒരു കാര്യവുമായിട്ട് ചെല്ലുമ്പോൾ അത് നിരാകരിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJP നേതാക്കൾ ഇപ്പോൾ അത് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ട് ജി സുകുമാരൻ നായർക്കെതിരെ ഇങ്ങനെ ഒരു രൂക്ഷമായ വിമർശനം ഉന്നയിക്കണമെങ്കിൽ അത് ആ പാർട്ടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു പോരിലേക്കാണോ നീങ്ങുന്നത്? അത് രാഷ്ട്രീയ പ്രസ്ഥാനം, സാംസ്കാരിക പ്രസ്ഥാനം, എന്ത് പ്രസ്ഥാനമായാലും അവർക്കൊക്കെ ഓരോ ചിട്ടവട്ടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന്റെ പേരിലായിരിക്കും സുകുമാരൻ നായർ അങ്ങനെ ഉപരാഷ്ട്രപതിക്ക് അനുവാദം കൊടുക്കാതിരുന്നതാണ് തോന്നുന്നത്. പക്ഷെ അതിനുശേഷം ഈ ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന അത്ര സുഖകരമായിട്ടുള്ള പ്രസ്താവനയല്ല. അവരും ഞങ്ങളൊക്കെ ഏതോ ആൾക്കാരാണ്, വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം, അങ്ങനെയൊക്കെ ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഇതിനൊക്കെ സമീപിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് സുകുമാരൻ നായരുടെ പല സിദ്ധാന്തങ്ങളും നമുക്കൊന്നും യോജിപ്പില്ല. പക്ഷേ ഈ കാര്യത്തിൽ സുകുമാരൻ നായർ അവര് കാലാകാലമായിട്ട് ഈ
പിന്നെ ഈ RS പോലുള്ള പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരെ അവർ അടുപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് ചില സിദ്ധാന്തങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അത് കാരണമായിരിക്കും. അല്ലാതെ അതിന് പ്രത്യേകമായിട്ടുള്ള എല്ലാ ഇത്ര തന്നെ ഉള്ളൂ. ശരി, ഓക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ BJP നേതൃത്വത്തിൻ്റെ NSS നേതൃത്വത്തിന് നേരെയുള്ള ഈ ആക്രമണം അല്ലെങ്കിൽ ഈ വിമർശനം അത് ബോധപൂർവമായ ഒന്നാവാൻ മാത്രമേ വഴിയുള്ളൂ? അല്ലാതെ NSSനെ പോലെ ഒരു സ്ഥാപനത്തെ എന്നും BJP ഏറ്റവും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നേരെ ഈ തരത്തിൽ വിമർശനം ഉന്നയിക്കില്ല. താങ്കൾക്ക് എന്താണ് അതിലെ രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്? NSSന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ നിലപാടുകൾ പല കാര്യങ്ങളിലുണ്ട് എന്ന് നമുക്കെല്ലാം തന്നെ അറിവുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ദേശീയ തലത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പദവിക്ക് സമാനമായിട്ടുള്ള പദവിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതി പദം പോലെയുള്ള പദവികൾ. ആ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു സംസ്ഥാനത്തെ കേവലം ഒരു സമുദായത്തിലെ നേതാവിനെ വലിയ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വന്ന് കേരളത്തിൽ വന്ന് വിമർശിച്ചത് അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത ഒരു പെരുമാറ്റമാണെന്നേ അല്ലെങ്കിൽ ഒരു സംസാരമാണെന്നേ ഒരു സാധാരണ കേരളത്തിൽ വെച്ചല്ല, അദ്ദേഹം ഡൽഹിയിൽ വെച്ചാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തതൊന്നുമല്ല. അല്ലെ, അത് കേരളത്തിലെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡൽഹിയിൽ തന്നെ ഒരു മന്ദസ്മൃതി നിർമ്മിച്ചു. അത് തന്നെ CV ആനന്ദബോസിന് പണ്ട് NSS പെരുന്നയിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം ആണ് അവിടെ അങ്ങനെ ഒരു മന്ദസ്മൃതി ഉണ്ടാക്കിയത്. അവിടുത്തെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഈ തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. അത് തന്നെ ഏറ്റവും അങ്ങേയറ്റം മതേതര വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാര പദവിയിൽ 1, 2, 3 സ്ഥാനം, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു സമുദായ നേതാവിന്റെ പ്രതിമ ഉണ്ടാക്കി അവിടെ ബദൽ ഒരു സമുദായത്തിനോട് വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ആ പാർട്ടിക്കും അതിന്റെ താങ്കൾ പറയുന്നതിൽ ഒരു ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊന്ന്, NSSന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെയോ പരിപാടിയിൽ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ അതൊരു ഇന്ത്യൻ പ്രോട്ടോക്കോളിൻ്റെ ലംഘനമോ അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കുന്നത് തെറ്റായോ ഇന്ത്യയിൽ ആരും കരുതുന്നില്ല. അവർ പല സമുദായങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. അതിപ്പോൾ NSS ആയാലും SNDP ആയാലും ഇനി വേറെ KPMS ആയാലും ഈ കേരളത്തിലെ തന്നെ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിഷയമല്ല. രണ്ട്, അദ്ദേഹം അങ്ങനെ ഒരു സമുദായത്തെ അല്ല വെല്ലുവിളിച്ചത്. അദ്ദേഹം വെല്ലുവിളിച്ചത് G. സുകുമാരൻ നായരെ NSSന്റെ നേതൃത്വത്തെ ോടാണ് ഈ വിമർശനം ഉന്നയിച്ചത്. തീർച്ചയായും. അല്ല കിരൺ, ഇങ്ങനെ ഒരു സംവിധാനം അവിടെ നിർമ്മിച്ചത് തന്നെ ഈ BJP നേതൃത്വത്തോട് മുമ്പ് സുരേഷ് ഗോപിയോടടക്കം അകന്നു നിൽക്കുന്ന ആ നിന്നതിന് ഒരു പ്രതികാര നടപടി പോലെ അവിടെ സംഘടിപ്പിച്ചെന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമുദായ സംഘടനയുടെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒരു ആരാധനാലയോ മറ്റൊരു ഇത്രയും ദൂരെ ഒരു സംസ്ഥാനത്ത് ഒരു ദേശത്ത് ഡൽഹിയിൽ NSS ഒക്കെ ഉണ്ട്. അത് പെരുന്നേൽ NSSമായി അവരത്ര യോജിച്ചല്ല നിൽക്കുന്നെങ്കിലും ഡൽഹിയിലും NSS ഉണ്ട്. NSSന്റെ പ്രവർത്തനമൊക്കെ അത് ശക്തമാണ്. NSSന് കൃത്യമായിട്ട് പല നിലപാടുകളും പല കാര്യങ്ങളിലും ഉണ്ട്. അത് BJPയെ മാത്രമല്ല, അങ്ങനെ വലുതായിട്ട് ഒരു പാർട്ടിയെയും NSS അവിടെ അടുപ്പിക്കാറില്ല. അതൊരു ശരിയായ തീരുമാനമായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത്. കാരണം ഈ സമുദായ സംഘടനകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കുന്ന മറ്റു സമുദായങ്ങളെ പോലെ അല്ലാത്ത ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന NSSന്റെ പ്രവർത്തനം സ്വാഗതാർഹമാണ്. കാരണം മതസ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് കാര്യം? അവിടെ മന്നത്ത് പത്മനാഭൻ അവിടെ പ്രവർത്തിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ പ്രവർത്തിക്കട്ടെ. അതിനകത്തൊന്നും ഈ സമുദായ സംഘടനകളും രാഷ്ട്രീയത്തിൽ കലർന്നുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ജീർണത ഉണ്ടായത്. അത് സുരേഷ് ഗോപി എന്നല്ല, ഇപ്പൊ ആരെത്രയെന്ന് പറഞ്ഞാലും സുകുമാരൻ നായർ. വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ താങ്കളുടെ പാർട്ടി NSSന് നേരെ അല്ലെങ്കിൽ സുകുമാരൻ നായരോട് ഒരു വല്ലാത്ത അനിഷ്ടം പാർട്ടി നേതൃത്വത്തിനുണ്ടോ? നമസ്കാരം. ഞാന് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. ഇതിലിപ്പോ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. NSSന് മറ്റേ SNDPക്ക് ഒന്നും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് അതിന് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. അവർ സമുദായ സംഘടനകളാണ്. സമുദായത്തിന്റെ ഉന്നമനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ശരിയായിട്ടുള്ള ചെയ്യേണ്ട കാര്യം എന്നാണ് എന്റെ ഉത്തമമായ ബോധ്യം. പിന്നെ NSSന്റെ സമദൂരം എന്ന കാഴ്ചപ്പാടൊന്നും ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമദൂരം എന്നല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞ് അവര് രാഷ്ട്രീയ പാർട്ടികളെ ഈ എന്താ പറയാ, നമ്മളൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുപുറത്ത് പറഞ്ഞ മാതിരി മിരട്ടി, അതായത് പേടിപ്പിച്ച് നിർത്തുക നമുക്ക് പറയും. നമ്മൾ അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിനെ മിരട്ടി നിർത്തി പേടിപ്പിച്ച് നിർത്തിയിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ആ കാര്യങ്ങൾ സാധിച്ചു നേടുമായിരുന്നു. ഇപ്പൊ ആ കാലത്തുനിന്നൊക്കെ പോയിന്നേ.
ഇപ്പൊ സുകുമാരൻ നായർ പറഞ്ഞിട്ടാണോ സുകുമാരൻ നായരും ഇപ്പോൾ ഉള്ള നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറും കൂടി എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. SNDP ആൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേ മലപ്പുറം ജില്ലേനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്തായി? 102 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വന്നില്ലേ? ഇവർക്കൊന്നും വെറുതെ ആ പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ നടക്കില്ലെന്നേ. ഉപരാഷ്ട്രപതി സാറ് വന്നു കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്ന ആ നടപടി, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ നടപടി ധിക്കാര നടപടിയായിട്ട് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ NSSന്റെ ജി സുകുമാരൻ നായരുടെ വിശദീകരണം ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അവിടെ വന്ന സ്വാഭാവികമായും അവിടെ SP കോളേജിന്റെ പരിപാടിക്ക് ചങ്ങനാശ്ശേരിയിൽ വരുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തുള്ള അല്ലെങ്കിൽ NSS കോളേജിന്റെ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് ഇറങ്ങിയത്. ആ ഹെലിപ്പാഡിൽ ഇറങ്ങുമ്പോൾ ഒന്ന് മന്ദസമാധിയും കൂടി കയറി പോകാം എന്ന് കരുതി ചോദിച്ചതാണ്. അത് പോലീസുകാരാണ് ചോദിച്ചത്. അങ്ങനെ കയറി പോകേണ്ടതാണോ എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇപ്പൊ അതിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാരുടെ മറുപടി അദ്ദേഹത്തിന് ഓരോ പറഞ്ഞ് കേട്ട കാര്യം കൊണ്ട് അയാൾ മാറ്റി പറയണം. അപ്പോൾ അത് വയസ്സായ ആളല്ലേ, വയസ്സായ ആൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ പെരുന്നയിലേക്ക് സുരേഷ് ഗോപി അങ്ങനെ കണക്കാക്കി വരണ്ട, ഇങ്ങനെ കണക്കാക്കി വരണ്ട. പെരുന്നയിലേക്ക് കേന്ദ്രമന്ത്രി തൃശ്ശൂരിന്റെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയോട് പെരുന്നയിലേക്ക് നിങ്ങൾ അങ്ങനെ കണക്കാക്കി വരണ്ട, നിങ്ങൾ ഇങ്ങനെ കണക്കാക്കി വരണ്ട പറഞ്ഞ് എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയത്. പിന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? നായയെ കൊണ്ട് പരിശോധിക്കാൻ പറ്റില്ല, നായ അവിടെ കയറാൻ പാടില്ല. മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ അല്ലെങ്കിൽ ശരി, ഞങ്ങളുടെ ടെലിഫോൺ മധ്യത്തിലെ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, ആദ്യം CV ആനന്ദബോസ്, പിന്നീട് സുരേഷ് ഗോപി, ഇപ്പോൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഇവർ കൃത്യമായി തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ലക്ഷ്യമിടുമ്പോൾ ആ പാർട്ടിയുടെ ഒരു നിലപാട് കൂടി ആവാൻ തന്നെയല്ലേ സാധ്യത? അതായത് ഈ പാർട്ടിയുടെ പൊതുവായ നിലപാടാവാൻ സാധ്യതയില്ല. കാര്യം ഒരിക്കലും NSSനെ അങ്ങനെ അകറ്റി നിർത്താൻ BJPക്ക് പറ്റില്ല. BJPക്ക് NSSനെ BJPയും ഒരു പരിധിക്കപ്പുറത്ത് അകറ്റി നിർത്താനും പറ്റില്ല. പിന്നെ പിടിച്ചെടുക്കാനാണെങ്കിലോ സുകുമാരൻ നായരെ മാറ്റി ഇല്ല, അങ്ങനൊന്നും ഇല്ല. പിന്നെ രാഷ്ട്രപതി ഈ പറഞ്ഞ പോലെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ പിന്നെ മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പിന്നെ ഒന്ന് കയറി ഒന്ന് ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അദ്ദേഹം. പക്ഷെ അത് മുൻകൂട്ടി അറിയിച്ചില്ലെന്നോ പ്രോട്ടോകോളോ ഒക്കെ അദ്ദേഹം ഓരോ സാങ്കേതികമായിട്ടുള്ള കാര്യം പറയുന്നതാണ്. കാര്യം അന്നേരം അനുവദിച്ചു കൊടുക്കുന്നതായിരുന്നു നല്ലത്. കാര്യം CP രാധാകൃഷ്ണനെ പോലെ വളരെ സൗമ്യനായ ഒരു ആള്, കാര്യം ഉപരാഷ്ട്രപതിയാണ്. അതേപോലെ സുരേഷ് ഗോപി അന്ന് ചെന്നപ്പോഴും അദ്ദേഹം ബഡ്ജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്ന് എന്നുള്ളതാണ്. പക്ഷെ അതും സാങ്കേതികത്വമാണ്. കാര്യം അപ്പൊ ആരെങ്കിലും ഒരാളിനെ കൊണ്ട്, ഇദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ബഡ്ജറ്റ് സമ്മേളനം നടക്കുകയാണ്, അപ്പൊ ഒരു സൈഡിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ഒരു 2 മിനിറ്റ് കാര്യം പറഞ്ഞാലേ പുള്ളി ഒരു സൈഡിൽ ഇരുന്നിട്ട് സുരേഷ് ഗോപി പോരുമായിരുന്നു. അതേപോലെ CV ആനന്ദബോസിനോട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ NSSന്റെ ആൾക്കാരുടെ ഒരു പൊതുവായ നയമോ ഒന്നുമല്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയാണ് എല്ലാം, പുള്ളിക്ക് കീഴിലാണ് ബാക്കിയെല്ലാം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ഇതെല്ലാം സാങ്കേതികത്വം ഒഴിവാക്കിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാവുന്നതേ ഉള്ളു. ഇനി അമിതമായിട്ടുള്ള അടുപ്പം BJPയും BJP നേതാക്കന്മാരുമായിട്ട് പ്രകടിപ്പിച്ചാൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിനോട് അനിഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയാണോ എന്നും അറിയില്ല. VD സതീശൻ തന്നെ പുള്ളി ഒരു ടൈം ചോദിച്ച് കൂടിക്കാഴ്ചക്ക്, അപ്പൊ ആ സമയം മുഖ്യമന്ത്രിക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് കൂടിക്കാഴ്ച നടന്നില്ലല്ലോ. അങ്ങനെ അത് എന്തോ അതാണ് ഏറ്റുമുട്ടലിന് വേണ്ടി ഏറ്റുമുട്ടുന്നത് പോലെ ഉള്ള ഒരു തോന്നലാണ്. പക്ഷെ ഈ NSS പോലെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് പിന്നെ അദ്ദേഹം ഈ എടുക്കുന്ന ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ഒരു പുനർചിന്തനം നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രേംനാഥാണ്, പെരുന്നയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേംനാഥ്, താങ്കൾ പെരുന്നയിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ്, താങ്കൾ ഈ NSSുമായി അങ്ങനെ നേരിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ആളാണോ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ കരയോത്തിപ്പെട്ട ആളാണ്. 257 നമ്പർ കരയോത്തിപ്പെട്ട ആളാണ്. ശരി, ഓക്കെ. ഈ ജി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കുന്ന CP രാധാകൃഷ്ണൻ ഇന്നലെ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും പെരുന്നയിൽ ഒരു ശുദ്ധീകരണം, അത് സ്വയം നടത്തിയില്ലെങ്കിൽ സ്വയം ശുദ്ധീകരണത്തിലേക്ക് അത് പോവും, അല്ലെങ്കിൽ നടത്തും എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും വർത്തമാനം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെരുന്നയിൽ നടക്കുന്നത്.
കാരണം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ GS-ന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന് ഒരു ഏകാധിപതിയായിട്ട് NSL നടക്കുന്നു. താങ്കൾ പറഞ്ഞോളൂ, തുടർച്ചയായി കേൾക്കാമോ? കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. അതെ, ഏകാധിപതിയായിട്ട് പല കാര്യങ്ങളും എന്താ പറയുക, പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ പെരുന്നയിൽ നടക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അവിടെ GS-ന്റെ മക്കളും മരുമക്കളും എല്ലാമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് അവിടെ ഒന്ന് കയറി ചെല്ലാനോ ഒരു കാര്യങ്ങൾ പറയാനോ ഒന്നും ഒരു സാഹചര്യം ഇല്ല. മനസ്സിലായില്ലേ? കാരണം ചില മകള്, മരുമകള്, മക്കള്, കൊച്ചുമക്കള് എല്ലാമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. പുള്ളിയുടെ ഒരു കുടുംബാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ ചിലപ്പം അതിനെതിരെ അങ്ങനെ ഒരു കലാപം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു നീക്കം ഉണ്ടാവണമെങ്കിൽ NSS-നുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടത്, അല്ലാതെ പുറത്തുനിന്ന് BJP അല്ലല്ലോ അത് നടത്തേണ്ടത്. നായരല്ലേ പറഞ്ഞത്? ഒരു നായരല്ലേ പറഞ്ഞത്? ഇപ്പൊ സുരേഷ് ഗോപി ഒരു നായരല്ലേ പറഞ്ഞത്? അല്ല, സുരേഷ് ഗോപി ഒരു നായരല്ലേ പറഞ്ഞത് എന്നുള്ളതല്ല വിഷയം. CP രാധാകൃഷ്ണനായിരുന്നു ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. CP രാധാകൃഷ്ണൻ ഈ പറയുന്ന പോലെ NSS നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അതായിക്കോട്ടെ, പുള്ളിക്ക് വന്നൊരു അനുഭവമാണ് പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് SB കോളേജിൽ വന്നപ്പോ അവിടെ വന്ന് ഇറങ്ങിയപ്പോ അവിടെ ഒരു പുഷ്പാർച്ചന നടത്താൻ ചോദിച്ചു, ഇല്ലേ? അതെ. അല്ല, ഇത് G. സുകുമാരൻ നായർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അന്ന് വരുന്നതിന്റെ അന്ന് രാവിലെ പോലീസുകാർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. നായയെ കയറ്റി പരിശോധന നടത്തേണ്ടി വരും, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. പണ്ടും മറ്റേ നമ്മുടെ നരസിംഹറാവു വന്ന സമയത്തും ഇങ്ങനെ പുള്ളി പറഞ്ഞു. അതെ. അപ്പൊ ഈ G. സുകുമാരൻ നായർ ഒരു ഏകാധിപത്യ ഭരണമാണോ നടക്കുന്നത്? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പോൾ താങ്കൾ ഈ NSS-ൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ളിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറില്ലേ? ഉണ്ട്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെ ഒറ്റപ്പെടുത്തും. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ NSS-ന്റെ നേതാക്കൾക്കെതിരെ നേതാക്കൾക്കെതിരെ അല്ല, G. സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായിരിക്കും കാരണം? ഈ BJP-ക്ക് ഒരു വേണ്ട പിന്തുണ NSS കൊടുക്കുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? സർ നമസ്കാരം. നമസ്കാരം. ഈ ആദരവും ബഹുമാനവും ഒന്നും വൺ വേ ട്രാഫിക് അല്ല സർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആദരവും ബഹുമാനവും തിരിച്ചും കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഇദ്ദേഹം ഒരു മാടമ്പിയൊന്നുമല്ല. ഇദ്ദേഹത്തിന് വിമർശനത്തിന് അധീനതാണ്, മറ്റുള്ളവരങ്ങ് പാർട്ടി ഓടിക്കാമെന്നുള്ള ഒരു ധാരണയൊന്നും പാടില്ല. ആദരവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും തീർച്ചയായിട്ടും കിട്ടും. അല്ല, അനാദരവാണ് കിട്ടിയതെങ്കിൽ അതിനുള്ള മറുപടിയും കിട്ടും, അത് മേടിക്കേണ്ടിയും വരും. അതായത് ഇപ്പൊ അതിന് മറ്റ് പരസ്യങ്ങളൊന്നും ആരാണ് ഉപരാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്കും ഇല്ലേ മറ്റേ മാംസമൊക്കെ. അപ്പൊ ആദരവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്താൽ അതിലേറെ ഇങ്ങോട്ട് കിട്ടും. അല്ലാതെ ഇങ്ങോട്ട് ആദരിച്ചോളെന്ന് പറയുന്നത് ശ്രീ ബാലകൃഷ്ണൻ, അതിനകത്തൊരു വിഷയം, ഈ സുരേഷ് ഗോപി, G. സുകുമാരൻ നായർ തന്നെ പറയുന്നു, സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ മുൻകൂട്ടി അനുവാദം വാങ്ങിയൊന്നും അല്ല വന്നത്. അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞു. അത് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു ആ സമയത്ത് സെക്യൂരിറ്റിയുടെ കയ്യിൽ താക്കോൽ കൊടുത്ത് പുഷ്പാർച്ചനയ്ക്കുള്ള അവസരം കൊടുത്തു. ആ സമയത്ത് അവിടെ NSS-ന്റെ ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട നിശ്ചിത തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ യോഗത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇറക്കി വിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു യോഗം നടക്കുന്നെങ്കിൽ അവിടെ അനുവാദമില്ലാതെ കയറി ചെല്ലാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ ഈ സുരേഷ് ഗോപിയും കാണിക്കണ്ടേ? അല്ല, സുരേഷ് ഗോപി കാണിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അനാദരവ് കിട്ടും. അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായി പ്രതികരിച്ചാൽ അത് വേറെ ഉപരാഷ്ട്രപതി പറഞ്ഞു, കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് പറയണ്ട. കേന്ദ്രമന്ത്രിക്കും ഉപരാഷ്ട്രപതിക്കും വിമർശിക്കാൻ പറ്റാത്ത ആളാണോ സുകുമാരൻ നായർ? അദ്ദേഹം എന്താ പടച്ചോനാണോ? അദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ടോ? ജനാധിപത്യത്തിന്റെ രീതിയിൽ ജനഹിതത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വന്നിട്ട് അദ്ദേഹത്തിന് മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാ. അതിന് BJP ആലോചിച്ച് തന്നെയാ ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യണം. ആദരവും ബഹുമാനവും ഒരുപക്ഷം മാത്രമല്ല, അത് കൊടുത്താൽ അതിലേറെ തിരിച്ചു കിട്ടും. അതാണ് സംഭവം. അതാണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഓരോ സംഘടനയ്ക്കും അവരുടെ ബൈലോയും അവരുടെ സംസ്കാരവും റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് മാത്രമാണ്
NSSന്റെ നേതാവ് ബഹുമാനായ സുകുമാരൻ നായർ അവിടെ ചെയ്തത്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായാലും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ ഒരു അനുവാദം വാങ്ങി വേണം അവിടെ വരേണ്ടുള്ളത്. കാരണം പ്രസിഡന്റിനോട് അതൊരു അദ്ദേഹത്തിന്റെ വീട്ടിലല്ല വരുന്നത്. ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൽ കടന്നു വരുമ്പോൾ ഓടിച്ചാടി അല്ല, അവര് വഹിക്കുന്ന ഓരോ പോസ്റ്റുകളുണ്ട്. ഉപരാഷ്ട്രപതി ആയാലും ഇപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും ഒക്കെ അത് NSSന്റെ നേതാവ് സുകുമാരൻ നായർ അത് പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്ന്, ഒരു Z+ കാറ്റഗറി ഉള്ള ഒരാളാണ് നമ്മളുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹം വരുന്നതിന് മുമ്പൊന്ന് അറിയിക്കേണ്ട ഒരു യുക്തിയുണ്ട്, ഒരു ഇതുണ്ട്. അത് അറിയിച്ചില്ലെന്നാണ് ബഹുമാനായ സുകുമാരൻ നായർ പറയുന്നത്. രണ്ട്, ഇവരൊക്കെ വരുമ്പോ തന്നെ ഈ പറയുന്ന കണക്ക് VVIPകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്ന പട്ടിയൊക്കെ അവിടെ വന്ന് കയറും. അവരത്ര പരിപാലനമായി നോക്കി വച്ചിരിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പെർമിഷൻ കൊടുത്തു കാണത്തില്ല. അതിന് അദ്ദേഹത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ BJPക്ക് ഇതിനകത്തൊരു കൃത്യം അജണ്ടയുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് BNSS എന്ന ആളാണ്, അതായത് BJP നായർ സർവീസ് സംഘം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. ഇതിനകത്ത് BJP കുറേ നാളായി പല രീതിയിലും ഇതിനെ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ BJPയുടെ വിചാരം എല്ലാ ഹിന്ദുക്കളും അങ്ങ് BJP ആണ്, എല്ലാ ഹൈന്ദവ സംഘടനകളും BJP പറയുന്നത് കേൾക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നട്ടലുള്ള ചില ആളുകളുണ്ട്. ഞാൻ ഇതിനകത്ത് വ്യക്തമായി പറയുന്നു, സുകുമാരൻ നായർക്ക് നിലപാടുള്ള ആളാണ്. ഇപ്പോഴും അവർ സമദൂരമാണെന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. കോൺഗ്രസ്സുകാരനായ ബിനോയ് ഇങ്ങനെ സുകുമാരൻ നായരെ പുകഴ്ത്തുമ്പോൾ നിങ്ങളുടെ അന്നത്തെ നേതാവും ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ VD സതീശനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ആളാണ് ഈ സുകുമാരൻ നായർ. അന്ന് VD സതീശന് വേണ്ടി ഒന്ന് നാവനക്കാൻ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരെ ഒരു 2 വരി പറയാൻ അമ്പിയറുള്ള ആരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് ബഹുമാന്യനായ ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം തന്നെ VD സതീശനെ പോലെ ഒരു നേതാവിനെതിരെ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം എനിക്ക് വോട്ട് പോകുമ്പോൾ സുകുമാരൻ നായരെ പിണക്കിയാൽ എനിക്ക് എന്തോ നഷ്ടം വരുമോയെന്ന് പേടിച്ച് അന്നേരം സുകുമാരൻ നായരായിരുന്നു അവർക്ക് VD സതീശനേക്കാൾ പ്രിയപ്പെട്ട നേതാവ്. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ് അങ്ങനെ വ്യാഖ്യാനിക്കാനല്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ബിനോയോട്, കേരളത്തിലെ CPMന്റെ നേതാക്കൾക്കെതിരെ ആരെങ്കിലും ആയിരുന്നു സുകുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ CPMന്റെ റാങ്ക് ആൻഡ് ഫയൽ താഴെ മുതൽ മുകളിൽ വരെ സുകുമാരൻ നായർക്കെതിരെ സംസാരിക്കില്ലായിരുന്നു? ഒരാൾ പോലും സംസാരിക്കാൻ ഉണ്ടായില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞ അത് പൊതുവായിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഒരു അദ്ദേഹം ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങിയുള്ള വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം നടത്തി. അതിൽ പാർട്ടി ഇടപെടണ്ട എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിശാലമായ മനസ്സ് ബിനോയ്. ഒരു നേതാവിനെതിരെ ഒരു സമുദായ നേതാവ് പറയുമ്പോൾ സമുദായ നേതാവിന് മുന്നിൽ പഞ്ചപുച്ഛം അടക്കിയിരുന്ന നേതാക്കൾ, ആ നേതാക്കൾ എന്നിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഇത് BJP ഹൈജാക്ക് പല പ്രാവശ്യമായി. അല്ല കിരൺ, അതെന്താ ഞാൻ പറയട്ടെ അതിനെക്കുറിച്ച്. അല്ല, അത് ശരി, ഞാൻ സമ്മതിക്കുന്നു. BJP ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതിന് സുകുമാരൻ നായർ നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളതും സമ്മതിക്കുന്നു. അല്ല, ഞാൻ അയാളുടെ അദ്ദേഹത്തിന്റെ ആ പോസിറ്റീവായിട്ടുള്ള സൈഡ് ഇപ്പോഴും ഞാൻ പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ള സൈഡ് BJPയുടെ ഇത് ഉപരാഷ്ട്രീയ പദവിയിലുള്ള ആളുകൾ വരെ വന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സമദൂരമാണ്, അതുകൊണ്ട് BJP, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ BJP ഇപ്പുറത്തൊരു BJNSS ചേർക്കാൻ വേണ്ടി അവര് നടക്കുന്നു. അതല്ല എന്ന് വീണ്ടും NSS കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് NSSന്റെ അതിനകത്തുള്ള നിലപാട് വ്യക്തമാണ്. അവർ ഡൽഹിയിലോ ബോംബെയിലോ എവിടെങ്കിലും ഒക്കെ പോയി NSSന്റെ ഓഫീസ് ഉണ്ടാക്കിക്കോട്ടെ, അതൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് വിഷയമില്ല. പക്ഷെ എനിക്ക് NSSകാരോട് ഒരു നല്ലൊരു ബഹുമാനം തോന്നുന്നു ഈ വിഷയത്തിൽ. അവരുടെ നിലപാട് ഈ വിഷയത്തിൽ ഈ സുകുമാരൻ നായരുടെ നിലപാടിനൊപ്പമാണ് BJPയുമായിട്ടുള്ള വിഷയത്തിൽ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകുന്നതുകൊണ്ട് ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ എല്ലാ ഹിന്ദു സമുദായ സംഘടനകളും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മാറി വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടുപിടിപ്പുകാരാണ്. ഇത് നമുക്ക് രാഷ്ട്രീയക്കാരൊന്നുമില്ല.
കാരണം ഈ സമുദായത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഇലക്ഷൻ അടുത്ത് കഴിയുമ്പോൾ എല്ലാവരും ആ സാമുദായിക നേതാക്കന്മാരുടെ വാദിപ്പടി ചെന്ന് നിൽക്കുന്നതും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതുമാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇത് ഈ എല്ലാ സമുദായങ്ങളുടെയും ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും അവരുടെ മക്കൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. അവരുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പാവങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കുവോ? ഇല്ല. അപ്പൊ ഈ ഇവര് ഏറ്റവും ഹിന്ദുക്കളെ തന്നെ ദ്രോഹിക്കുന്നതാണ് ഈ ഹിന്ദുക്കളുടെ സമുദായ സംഘടനകൾ. ഇപ്പം ഞാൻ പറയുന്നത് സമുദായ സംഘടനകൾ വേണ്ടാന്നല്ല, ഇപ്പം നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ഈ സമുദായ സംഘടനകൾ ഉള്ളതുകൊണ്ടാണ്. അത് ഇപ്പം മറ്റു സംസ്കാരങ്ങളാണ് ഇവിടെ നിലനിർത്തുന്നത്. പക്ഷേ സംസ്കാരമാണ് ശ്രീ കണ്ണൻ ഈ സമുദായ സംഘടനകൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന എന്ത് സംസ്കാരമാണ് കേരളത്തിലുള്ളത്? കേരളത്തിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഓണം വന്നാലും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവര് ഓരോ ഇതിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സംസ്കാരമുണ്ട്. ആ ഒരു ഹിന്ദു സമുദായം അത് കേരളത്തിലെ പൊതുവായി ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഏത് ആഘോഷം വന്നാലും അത് കേരളം പൊതുവായി അതിന് ഈ സമുദായ സംഘടനകൾക്ക് അതിനകത്ത് എന്താണ് പങ്ക്? അത് പല കാര്യങ്ങളും ഇപ്പൊ പല വായനശാലകളായാലും ഇതെല്ലാം ഓണം വരുമ്പോഴൊക്കെ മറ്റു സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റു ജാതിക്കാരുടെ ഇതിൽ എന്തെങ്കിലും ഒരു ഇത് നടത്തണം. ഞാനിപ്പോ ഇത് വർഗീയത പറയുമല്ല, ഇപ്പൊ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വേണ്ടിയിട്ട് സാറിനായാലും അങ്ങനെയല്ല ഇങ്ങനെയല്ലാന്ന് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പറയാം. പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ഒരു കാര്യം, ഒന്ന് ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമൊന്നുമല്ല. രണ്ട്, കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഞാൻ പറയട്ടെ സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെല്ലാം. അത് ഇനി SNDP ആയാലും NSS ആയാലും KPMS ആയാലും ഒക്കെ. പക്ഷേ വർത്തമാന കാലത്തിൽ ഈ സമീപകാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വലിയ സംഭാവന ഈ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും നൽകിയതായി നമുക്ക് അറിയില്ല. അതുകൊണ്ട് ചോദിച്ചാണ്, എന്റെ അറിവ് കുറവായിരിക്കും, താങ്കൾക്കുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും. ടിവികളിലും പത്രങ്ങളിലും ഒക്കെ വരുന്നതല്ലേ ഒത്തിരി ഈ മറ്റു ആൾക്കാർ എന്തെല്ലാം ഇതിനെതിരെ ഇതാകുന്നു. അവരെ അതിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വരണ്ടു എന്ന് വിളക്ക് കൊളുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ അത് ഓരോ വർഷം തോറും അത് കഠിനമായ രീതിയിൽ നമ്മളുടെ ഈ സംസ്കാരത്തെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് ഈ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏത് സംസ്കാരത്തെയാണ് ഇവിടെ കുഴിച്ചുമൂടെന്ന് പറയുന്നത്? എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് തന്നെയല്ലേ പോകുന്നത്. അതിന് ഈ സമുദായ സംഘടനകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇല്ലല്ലോ. ഒരു കാലത്ത് ചെയ്തിരുന്നവരാണ്. ഒരു കാലത്ത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ അടക്കമുള്ളവർ കേരളത്തിന്റെ അവർണരായ വിഭാഗത്തിന് കൂടി അവകാശങ്ങളുടെ വേണ്ടി പോരാട്ടമൊക്കെ നയിച്ചിട്ടുള്ള ആളുകളാണ്. അതേ സംഘടനകളുടെ ഇപ്പോഴത്തെ ആളുകളുടെ നിലപാട്, അല്ലെങ്കിൽ SNDPയുടെ ഓരോ സംഘടന എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇപ്പോഴത്തെ നിലപാട് അവരുടെ മുൻ സംഘടനാ ഭാരവാഹികളോ അല്ലെങ്കിൽ ആ സംഘടനയോ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ബന്ധവും ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാനില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഹിന്ദുക്കളിലെ എല്ലാ സമുദായങ്ങളും ഇന്ന് ചൂഷണത്തിന് ഇരയാകുവാണ്. ഹിന്ദുക്കളെ ആരാ ചൂഷണം ചെയ്യുന്നത്? ഈ സമുദായ സംഘടനകളല്ല ഇന്നത്തെ സമുദായ സംഘടനകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ശരിയാ. അല്ല, മറ്റാരും ചൂഷണം ചെയ്യാൻ വരുന്നില്ല. സമുദായ സംഘടനകൾ ആ സമുദായത്തിൽപ്പെടുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണ്. രാഷ്ട്രീയക്കാർ തങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പെയിന്റ് അടിച്ചുകൊണ്ട് ഈ ഓരോ സമുദായ സംഘടനകളെയും ചീത്തയാക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങനെയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ പറയുന്നത് ഇനി ഹിന്ദു സമുദായങ്ങളെല്ലാം കൂടെ ഒന്നെങ്കിൽ ഹിന്ദു മതമോ ക്രിസ്തു മതമോ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ്, എവിടെയാണ് ശ്രീ കണ്ണൻ എവിടെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളിന് ജീവിക്കാൻ ഇത്ര പ്രയാസമുള്ളത്? ഒരു സമുദായങ്ങൾ താഴെ കിടക്കുന്നവർക്ക് കിട്ടുന്നില്ല. ഈ സമുദായങ്ങൾ അതല്ലല്ലോ താങ്കൾ ജീവിക്കാൻ, മതം മാറണം, ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ പെട്ട ആളിന് തൽക്കാലം അങ്ങനെ ഏതെങ്കിലും ജീവിതാവസ്ഥയിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ST വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്കോ വല്ലതായിരിക്കും. ആദിവാസികൾക്ക് ഇപ്പോഴും അർഹമായ പ്രാതിനിധ്യമോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ബാക്കിയുള്ള വിഭാഗങ്ങൾക്കൊന്നും അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയൊന്നും എന്തായാലും ഇല്ല. എത്ര എന്റെ വീടിൽ തൊട്ട അയലത്തൊരു നായർ സമുദായപ്പെട്ട പാവങ്ങളാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എന്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. ദരിദ്രരായ മനുഷ്യർ എല്ലായിടത്തും ഇല്ലേ? ദരിദ്രരായ മനുഷ്യരുടെ കാര്യമാണ്. ദരിദ്രരായ മനുഷ്യർ എല്ലാ സമുദായത്തിലും ഉണ്ട്. കൂടുതൽ ദരിദ്രരായ മനുഷ്യർ പട്ടികജാതി പട്ടികവർഗത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളവരുള്ളത്. അപ്പൊ ഈ സമുദായ നേതാക്കന്മാരും കാണുന്നില്ലല്ലോ. അതൊക്കെ ശരി, അതൊക്കെ സംബന്ധിച്ചു താങ്കൾ ഏത് തട്ടിലാണ് അഭിപ്രായം പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് എന്തോ ഹിന്ദുക്കളുടെ എന്തോ സാധനമാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
എല്ലാവരെയും എല്ലാ ഹിന്ദുക്കളിൽ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ കണ്ണൻ, കാര്യം പറയുന്നത്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്. അല്ല, എനിക്കിതിനകത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പറഞ്ഞ 3 പേരെയും അദ്ദേഹം അപമാനിച്ചത്. അതായത് പിന്നെ സുരേഷ് ജിയും രാധാകൃഷ്ണൻജിയും പിന്നെ നമ്മുടെ പഴയ കളക്ടർ പിന്നെ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആക്ഷേപിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ കൊല്ലം കളക്ടറൊക്കെ ആയിരുന്നു പറഞ്ഞ അല്ല, സി വി ആനന്ദബോസ് കൊല്ലം കളക്ടർ അല്ലായിരുന്നു കൊണ്ട് ആയിരുന്നു. കൊല്ലം എനിക്കറിയാം, എന്റെ കുഞ്ഞിലൊക്കെ ഇവിടെ ഉള്ള പറഞ്ഞോളൂ. നല്ല പ്രവർത്തനവും നല്ല കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷെ ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് ഡൽഹിയിൽ ഇത് ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സമുദായക്കാരനല്ലാത്തത് കൊണ്ട് പുള്ളിയെ വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ എന്റെ സമുദായക്കാരനായിരുന്നെങ്കിൽ ഞാനിത് അങ്ങനെയൊന്നുമില്ല ശ്രീ വിജയൻ. എന്റെ സമുദായക്കാരനാണെങ്കിലേ എനിക്ക് വിമർശിക്കാൻ കഴിയൂ. കേരളത്തിൽ അങ്ങനെയുണ്ട്. ഒരു മുസ്ലിം വിഭാഗത്തിന് ഒരാളെ വിമർശിക്കണമെങ്കിൽ മുസ്ലിമാണ്, ഹിന്ദുവിനെ വിമർശിക്കണം ഹിന്ദുവാണ്. അങ്ങനെയൊന്നുമില്ല. ഹിന്ദുവിന് മുസ്ലിമിനെയും, മുസ്ലിമിന് ഹിന്ദുവിനെയും, ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെയും ഒക്കെ അങ്ങനെ എൻ്റെ ജാതിയോ മതമോ നോക്കിയല്ല ഞാൻ ഒരു ജാതി സംഘടനയുടെയോ മതസംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുടെയോ കാര്യത്തിൽ വിമർശനമായാലും പുകഴ്ത്തലായാലും പറയേണ്ടത്. അതെനിക്ക് എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട്. ഞാൻ എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. മറ്റൊരു സമുദായക്കാരെ അങ്ങനെ ആക്ഷേപിക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ഷേ അല്ല, ആരെ ആക്ഷേപിക്കണ്ട. വിമർശനം ഉണ്ടെങ്കിൽ പറയാം, പുകഴ്ത്താറുണ്ടെങ്കിൽ അതും പറയുന്നതിനൊന്നും യാഥാർത്ഥ്യം പറയുന്നതിന് അതിന് മടിക്കേണ്ടത്. അവർക്കത് ആക്ഷേപമായിട്ട് തോന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ. അതേസമയം നമ്മുടെ മുഖ്യമന്ത്രിയെ പുള്ളി ഒരുപാട് ആക്ഷേപിച്ചായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന അവസാനം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ തിരിച്ചു കിട്ടിയത് കണ്ടോ സാറേ? അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ തിരിച്ചു കിട്ടിയത് കണ്ടോ? അപ്പൊ ഇത് ഞാനിത് കൂടുതൽ എടുത്താ പറയേണ്ടത്, ഇത് സത്യത്തിൽ അദ്ദേഹം ഒരു വലിയ ആളായിട്ടാണ് ചമയുന്നത്. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരി സാറേ. ശരി, ഓക്കെ. നമ്മളിപ്പോൾ ഒരു വിമർശനം ഉന്നയിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിനോ ഞാൻ ആ ജാതിയിലോ മതത്തിലോ പെട്ട ആളല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ ഞങ്ങളുടെ ജാതിക്കാർ മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ ഏത് ജാതിയെക്കുറിച്ചും ഏത് മതത്തെക്കുറിച്ചും ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെക്കുറിച്ചും അവരുടെ സംഘടനയെക്കുറിച്ചും ഒക്കെ പറയാൻ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശമുണ്ടല്ലോ. ആ ജാതിക്കാർക്ക് കൂടുതൽ അവകാശം അങ്ങനെയൊന്നുമില്ല. ആ സംഘടനയുടെ ഉള്ളിലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് അവർ പരിഹരിക്കാൻ മാത്രമാണ് ആ സംഘടനയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവകാശമോ അല്ലെങ്കിൽ ഉള്ളത്. അല്ലാതെ അഭിപ്രായം പറയുന്നതിനൊരു തടസ്സവുമില്ല. നമുക്ക് പെട്ടെന്ന് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ഷിജു കിരിയത്ത് തന്നെയാണ് ആദ്യ കമൻറ്റ് എഴുതിയിരിക്കുന്നത്. സുകുമാരൻ നായർ സർ ഈസ് റൈറ്റ് ആസ് മന്നം സമാധി ഈസ് എ സേക്രഡ് ടെമ്പിൾ. ഡു നോട്ട് ലെറ്റ് എൻ്റർ ഡോഗ്സ് ഫോർ സ്നിഫിങ് ആൻഡ് എൻ്റർ ഇൻസൈഡ് വിത്ത് ബൂട്ട്സ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതോടെ അടുത്തയാൾ സന്തോഷ് പാരിപ്പായി, നമ്മുടെ രാജ്യം എവിടേക്കാണ് പോകുന്നത്? കാപ്പ ചുമത്തിയ ക്രിമിനൽ കേസ്. അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എന്തെല്ലാം പറഞ്ഞാലും ഇദ്ദേഹം അഹങ്കാരിയാണ്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അവർക്ക് കുടുംബത്തെ പോലും മന്നം ശതാബ്ദി സ്മാരകത്തിൽ കയറാൻ അനുവദിക്കാത്ത ആളാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. മന്നത്തിൻ്റെ കുടുംബാംഗത്തെ കയറാൻ അനുവദിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയാനുമില്ല. ജയകുമാർ, സുരേഷ് ഗോപി പറഞ്ഞ പോലെ സുകുമാരൻ നായരെ അടിച്ച് പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു. NSSനെ നശിപ്പിച്ചത് നാരായണ പണിക്കരും സുകുമാരൻ നായരും കൂടിയാണ്. ഇവർ രണ്ടുപേരും പറയുന്ന അണികളാരും അനുസരിക്കാറില്ല എന്ന് പറയുന്നു ജയകുമാർ. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എത്ര NSS മെമ്പേഴ്സ് സുകുമാരൻ നായരെ അംഗീകരിക്കുമെന്ന് നമുക്ക് കാണാമെന്ന് ശശിധരൻപിള്ള പറയുന്നു. ചാത്തന്നൂർ പറയുന്നത് തറ രാഷ്ട്രീയം, ഇപ്പോൾ സുകുമാരൻ നായരെ താങ്ങി നിർത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ് എന്നത് ശശിധരൻപിള്ള അങ്ങനെയാണ് പറയുന്നത്. സുകുമാരൻ നായരെ അടിച്ച് പുറത്താക്കിയാൽ ആ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് രാധാകൃഷ്ണൻ പറയുന്നു. നന്ദന പറയുന്നു, ആര് സംസാരിച്ചാലും ഇത് പൊതുസമൂഹമാണ് കേൾക്കുന്നത് എന്ന് സംസാരിക്കുന്നവർ വിചാരിക്കുന്നത് നല്ലതാണ്. രഘുനന്ദനൻ തിരുവല്ലമാരമാണ് അത് പറയുന്നത്. VC തോമസ്, ഉന്നത പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കേവലം രാഷ്ട്രീയക്കാരെ പോലെ വിമർശിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് പറയുന്നു. പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തികച്ചും മാടമ്പിയെ പോലെ ആവരുത്, ഇത് ആരുടെയും കുടുംബസ്വത്തല്ല എന്ന് ഓർമ്മ വേണമെന്ന് പറയുന്നു. ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നു, ഞാനും ഒരു NSS കുടുംബമാണ്. NSS ജനറൽ സെക്രട്ടറിമാരിൽ ഏറ്റവും മോശപ്പെട്ട സെക്രട്ടറിയായി സുകുമാരൻ നായർ അറിയപ്പെടും എന്ന് പറയുന്നു. അയ്യപ്പ സംഗമത്തോടുകൂടി NSSനെ ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തെന്ന് തോന്നുന്നു ഇവിടെ പ്രതികരണം കാണുമ്പോൾ എന്നാണ് നന്ദകുമാർ പറയുന്നത്. ബാബു രാജൻ വീണ്ടും പറയുന്നു, മന്നം സ്മൃതി മണ്ഡപം എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്, എന്നാൽ മാത്രമേ മന്നം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തൂ എന്ന് പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു, ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കാഷ്വലായി കയറാനുള്ള സ്ഥലമല്ല മന്നം സമാധി എന്ന് NSS സെക്രട്ടറി പറഞ്ഞതിൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് AK കൃഷ്ണൻകുട്ടി.
ശശിധരൻപിള്ള പറയുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല NSS അംഗമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അത് NSS അംഗമാണോ ഇല്ലോ എന്നൊന്നുമില്ല ഒരു അഭിപ്രായം പറയുന്നതിന്. അതങ്ങനെ ചോദിക്കുന്നതന്നെ ശരിയല്ല. പണ്ടുണ്ടായ AK ആന്റണി ചെരുപ്പിട്ട് കയറിയ വിവാദം ഉണ്ടായ സ്ഥലം കൂടിയാണ് മന്ദസമാധി എന്നൊക്കെ AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഒരു കരയോഗം ഭാരവാഹികളുടെ അഭിപ്രായം പറയാൻ സമ്മതിക്കാത്ത കിരണിൻ്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് ശശിധരൻപിള്ള പറയുന്നത്. ഏത് കരയോഗം ഭാരവാഹിയാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ ആളിനോട് നമ്മൾ വിശദമായി തന്നെ ഒരാൾ പെരുന്നയിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം പെരുന്നയിലെ കരയോഗത്തിൽ ഉൾപ്പെട്ട ഒരു അംഗമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ നമ്മൾ സമയവും നൽകിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്തായാലും കൃഷ്ണൻകുട്ടിയും പറഞ്ഞിരിക്കുന്നു, ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെ പറയുന്നു. എന്തായാലും VD സതീശനും സുകുമാരൻ നായർക്ക് കാണാൻ സമയം അനുവദിച്ചിരുന്നില്ല എന്ന് ജയകുമാർ പറയുന്നു. പിള്ളച്ചേട്ട IM വിജയൻ്റെ മകൻ്റെ കല്യാണമായുള്ള ചർച്ചയിൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അഭിപ്രായം എന്തായിരുന്നു നമ്മൾ കേട്ടതാണെന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്കിപ്പോൾ ഇവിടെ എന്താണ് പ്രസക്തി എന്ന് മനസ്സിലായില്ല. ഇന്ന് കേരള സർക്കാരിൻ്റെ സഖ്യകക്ഷിയാണ് BJP. അത് K. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സതീശനെ തൃപ്തിപ്പെടുത്താൻ BJPക്കാർക്ക് ഇങ്ങനെ വിമർശിച്ചാലേ മതിയാവൂ എന്ന് സന്തോഷ് പാരിപ്പായി പറയുന്നു. അത് ഇച്ചിരി കടന്ന ഒരു വിമർശനമായിപ്പോയി. സതീശനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപരാഷ്ട്രപതി വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരായാലും ക്ഷണിക്കപ്പെടാതെ കയറി ചെല്ലുന്നത് തെറ്റാണ് എവിടെയാണെങ്കിലും എന്നാണ് ശിവൻകുട്ടി CRൻ്റെ അഭിപ്രായം. പിന്നീടും ഇങ്ങനെ ഒരേ ആളുകളൊക്കെ തന്നെയാണ് അഭിപ്രായം തൽക്കാലം ഒഴിവാക്കുന്നത്. കുറേയേറെ അഭിപ്രായങ്ങളുണ്ട് പുതിയ ആളുകളുടേത്. സത്യ ബാബുരാജ്, പെരുന്നയിലെ പോപ്പിനെ എനിക്ക് ഇഷ്ടമല്ല, ഞാനൊരു നായറാണു, അയാളുടെ ഫാമിലിയെ വളർത്തുന്നു. ദൈവം ഇതിങ്ങനെ മംഗ്ലീഷിൽ എഴുതരുത്, നമുക്ക് വായിക്കാൻ ഒന്നാമത് ഈ ചെറിയ അക്ഷരം മൊബൈലിലെ അതിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ലൈവായി വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ മംഗ്ലീഷൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. ബഹുമാന്യരായ കിടങ്ങൂരും പണിക്കർ സാറും ഒക്കെ ഇരുന്ന NSS ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരിക്കാൻ ഒരിക്കലും യോഗ്യനായ ആളല്ല സുകുമാരൻ നായർ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങൾ ഉണ്ട്. എന്തായാലും നമുക്ക് ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയുള്ള ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും നേരത്തെ CV ആനന്ദബോസിൻ്റെയൊക്കെ ഈ രൂക്ഷമായ വിമർശനങ്ങളെ കാണുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ജയൻബാബു ഈ സമുദായ നേതാക്കന്മാരൊക്കെ ഈ അവസ്ഥയിലാക്കിയത്, ഇവര് പോയിട്ട് അവിടെ പോയി തിണ്ണ ഇറങ്ങുക ചെയ്യുന്നു. രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ് മാറി ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കാരെയോ അതിന് മോശമല്ല, ആരും ഏത് പാർട്ടിക്കാരും ഇത്തരം ആൾക്കാർ ഇപ്പൊ ഈ സുകുമാരൻ നായരൊക്കെ നിങ്ങളെ ശരീരഭാഷ നോക്ക്. ഒരു 100 കൊല്ലം മുമ്പേ ഉള്ള ആ തമ്പുരാക്കന്മാർ അതേ ലെവലിൽ അയാൾ ഇപ്പൊ അയാൾ നോട്ടോ ബാബോ അയാളെ ആ ശരീരഭാഷകൾ നോക്കറോ. ഈ ഇപ്പൊ SNDP നേതാവ് നോക്ക്. ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാർ പോയിട്ട് വൈകിട്ടാകുമ്പോൾ പോയിട്ട് ഇവരെ കാലിന് പോയി പോവാ. എന്ത് ചെയ്യാൻ പറ്റൂ? ഇവർ ഈ തരത്തിൽ തന്നെ ഉണ്ടാവും. ഇവരെ മാറ്റാൻ നമ്മൾ ആരെയായിട്ട് സാധിക്കില്ല. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ഈ BJPക്കാരന്റെ വീണ്ടും അവിടെ പോയിട്ട് പോകാൻ തുടങ്ങും. ഇപ്പോ ഈ രാധാകൃഷ്ണനോ സുരേഷ് ഗോപിയോ ഈ ശ്രീ ആനന്ദബോസോ പോട്ടെ, ഇനി വേറെ മൂന്നാമത് BJPക്കാരൻ നാളെ പോയിട്ട് ഷോപ്പിംഗ് ആക്കാൻ വേണ്ടി പോകും ഇയാൾ കാണാൻ വേണ്ടിയിട്ട്. ഇയാൾ ഇപ്പം തന്നെ ഇയാൾ പറഞ്ഞേക്കണം ഇയാളുടെ പേരിൽ അനവധി എന്തെല്ലോ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ സതീശൻ ശരി അന്തസ്സുള്ള രാഷ്ട്രീയ നേതാവ് ഞങ്ങൾ സതീശനാണ്. സതീശൻ എന്ത് ചെയ്ത് കാണാൻ അനുമതി കൊടുത്തില്ല. അങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാവും ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാല് ഇപ്പം ഈ മന്നത്ത് പത്മനാഭന്റെ ഒരു അവസ്ഥയിലല്ല ഇവരാരും. ഈ PK നാരായണ പണിക്കരായാലും ഇയാളൊക്കെ ഒരു മാടമ്പത്തിനാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ വിചാരിച്ച മാത്രം ഇപ്പൊ ബിനോയ് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടില്ലേ, ആ താങ്ങണമല്ല പറഞ്ഞത്. ഇങ്ങനെ ഇത് തന്നെ ഈ രാഷ്ട്രീയക്കാർ താങ്ങൽ കൊണ്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ ഇവരെ കൈവിട്ട ഇവരൊന്നുമല്ല. ഇവർ പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല പാർട്ടിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ ഇവർ ആ ബെല്ല് പവർ കൊടുക്കാതെ ഇവരെ മാറ്റി നിർത്തിയാൽ ഇവർ കുറച്ച് നന്നാവുന്ന എന്റെ അഭിപ്രായം. ബാബു ശരി. ശ്രീ ഷാജിദയാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഷാജിദ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വിഷയം, ഈ എത്രയൊക്കെ രാഷ്ട്രീയക്കാർ കയറിയാലും എന്തൊക്കെ കയറിയാലും ഈ പാവങ്ങൾക്ക് മാത്രം ഒരു ഉപകാരവും ഇല്ല, ഒരു ഇതിലൊന്നുമില്ല. എത്രയോ അപേക്ഷകൾ ഞങ്ങൾ എല്ലാവർക്കും ഈ മുഖ്യമന്ത്രിക്ക് അവർക്ക് ഇവിടേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു സഹായമോ ഒരു വീടോ പാടില്ലാത്ത ഞാനും എന്റെ മോളും ഒക്കെ ഉണ്ട്. ഒരു സഹായം പോലും ഇന്നവരയ്ക്കും ഒരു ഇതും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഞങ്ങൾ കയറി ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങള്. ലൈഫ് പദ്ധതിയിലെ വീടിന്റെ പട്ടികയിലില്ലായിരുന്നു? ഒരു പട്ടികയിലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പർ വരെ ഞങ്ങൾക്ക് ഒരു സഹായം പോലും ഇന്നവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ വയ്യാത്ത ഞാനും എന്റെ കൊച്ചും ഞങ്ങൾ എതിരായിട്ട് പെൺപിള്ളേരെ എനിക്കുണ്ട്. ഈ വയ്യാത്ത ഞാൻ എന്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് എവിടെയൊക്കെ കൊടുത്ത് എന്തെല്ലാം ചെയ്തൊരു അപേക്ഷകൾ കൊടുത്തു ഞങ്ങള്.
ഒരു വീടിന് വേണ്ടി എന്തെല്ലാം എവിടെയൊക്കെ ഞങ്ങൾ അപേക്ഷകൾ കൊടുത്താണെന്നറിയോ. ശരി, എന്തായാലും താങ്കൾ അത് വീണ്ടും അത് നിങ്ങളുടെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യുക. കേരളത്തിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടാതെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അത് ന്യായമായും കിട്ടേണ്ടത് തന്നെയാണ്. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. You think champion made in the arena? We rise from the street, remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, BJP നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി, അതും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ്, സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതിയും ഒക്കെയാണ് ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. അതും രൂക്ഷമായ വിമർശനമായിരുന്നു. എന്തായിരിക്കും ഇത്തരം ഒരു വിമർശനം NSS ജനറൽ സെക്രട്ടറിക്ക് നേരെ ഉന്നയിക്കാനുള്ള കാരണം? നമസ്കാരം. നമസ്കാരം. നമ്മള് രാജ്ഘട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് അവിടുത്തെ ആ പ്രവർത്തന സമയത്ത് കയറി കാണാവുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനം അവിടെയുള്ളത്, രാജ്ഘട്ടില്, മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം. പക്ഷെ അങ്ങനെ ഒരു പൊതുജനങ്ങൾക്ക് എപ്പോഴും തോന്നുന്ന പോലെ കയറി ചെല്ലാവുന്ന രീതിയിലല്ല ഈ പെരുന്നയിലെ NSSന്റെ ആസ്ഥാനത്ത് മരണസമാധി ഉള്ളത്. ഞാൻ അതിലെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. അങ്ങനെ അത് എപ്പോഴും പൂട്ടിയിട്ട് അതിന് പിന്നെ ഗേറ്റും ഒക്കെ വെച്ച് അത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അത്. ഇപ്പൊ NSSന്റെ ഒരു കാര്യം പറഞ്ഞാല്, സുകുമാരൻ നായരായാലും NSSന്റെ ഇതുവരെയുള്ള നേതാക്കന്മാരായാലും അവരൊക്കെ NSSനെ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമാക്കി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് NSSനെ വലിച്ചയക്കുന്നവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് അവരിപ്പോ ഈ പറഞ്ഞ പോലെ സമദൂരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടുന്നില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ വേറെ ഒരാളൊക്കെ പറഞ്ഞാൽ ഞാനിത് അംഗീകരിച്ചേനെ. പക്ഷെ താങ്കളെ പോലെ ഒരാൾ NSSന് അങ്ങനെ രാഷ്ട്രീയമൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ വിമോചന സമരത്തിൽ ഒരു ഭാഗത്ത് നിന്നത് NSS ആണ്. അത് നിന്നത് ആരാണെന്നൊക്കെ അടക്കം താങ്കൾക്കറിയാം. ഇന്നിപ്പോ ആദരണീയനായി പറയുന്ന ആളുകൾക്കൊക്കെ അത്തരം ചില ചരിത്രം കൂടി ഉണ്ട്. ഞാൻ ആ ചരിത്രമല്ല പറയുന്നത്, ഞാൻ ഈ അടുത്ത കാലത്ത് ചരിത്ര പറയുന്നത്. നിന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. NSS സ്വന്തമായ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ അവർക്ക് പിന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പേരെന്നായിരുന്നു NDA എന്തോ ഒരു പേരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെ, ആ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയത്തിൽ UDFനൊപ്പം നിൽക്കുകയും കുറച്ചുനാൾ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് അവർക്ക് തോന്നി അത് അവർക്ക് ശരിയാവുന്നില്ല എന്ന് തോന്നിയപ്പോ അവര് വേണ്ടെന്ന് വെച്ചു. അത് തന്നെ. അപ്പൊ അതിനുശേഷം അതിനുശേഷം വിമാന സമര കാലത്ത് അവർ എടുത്ത നിലപാടൊക്കെ നമ്മൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറെ 2-3-4 പതിറ്റാണ്ടുകളായിട്ട് അവരിപ്പോ എടുക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാല് ഒരു രാഷ്ട്രീയ പാർട്ടിയും NSSന്റെ പ്രവർത്തനത്തിൽ കയറി ഇടപെടണ്ട എന്ന രീതിയിലുള്ളതാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് പറയുന്നത് NSSന്റെ എല്ലാ ഈ ബോർഡിലും അല്ലെങ്കിൽ താലൂക്ക് യൂണിയനിലും ഒക്കെ പല രാഷ്ട്രീയത്തിൽ ഉള്ളവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് NSS സ്വന്തമായ രാഷ്ട്രീയം വേണ്ട എന്നാണ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മരണസമാധി ആണെങ്കിൽ പോലും പണ്ടൊരു വിവാദം അവിടെ ഉണ്ടായതാ. AK ആന്റണി അവിടെ ചെന്നപ്പോ ചെരുപ്പിട്ടിട്ട് മരണസമാധി കയറി എന്ന് പറഞ്ഞിട്ട് അവസാനം AK ആന്റണിക്ക് ക്ഷമ പറയേണ്ടി വന്നു.
അപ്പൊ അത്രയ്ക്ക് അവരവരുടെ രീതിയിൽ ഒരു സ്വകാര്യ സ്വത്ത് പോലെ പരിപാലിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഈ മന്ന സമാധി. അവിടെ എപ്പോഴും ചെന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരുപക്ഷെ മുൻകൂട്ടി അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ NSSലെ കാര്യങ്ങൾക്ക് ചെല്ലുന്നവർക്ക് വേണ്ടി ഒരുപക്ഷെ അത് തുറന്നു കൊടുക്കും. അങ്ങനെ പലരും കയറുന്നുള്ളതായിട്ടും എനിക്കറിയാം. പക്ഷെ ഇപ്പൊ സംഭവിച്ചത്, നമ്മുടെ ഉപരാഷ്ട്രപതി അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് ദൂരെ നോക്കിയപ്പോ അത് മന്ന സമാധിയാന്ന് പറഞ്ഞപ്പോ ആരോ കാണിച്ചു കൊടുത്തപ്പോ എന്നാൽ അവിടെ ഒന്ന് കയറിക്കളയാവുന്ന രീതിയിൽ സമീപിച്ചതാണ് പ്രശ്നമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പണ്ട് മെയിൻ റോഡ് ഹൈവേ കൂടെ പോയ സുരേഷ് ഗോപി ഈ NSS കയറി സുകുമാരൻ നായരെ ഒന്ന് കണ്ടുകളാൻ എന്ന് വിചാരിച്ചു ചെന്നപ്പോഴാണ് സുകുമാരൻ നായർക്ക് അത് ഇഷ്ടമില്ലാതെ വന്നത്. മുൻകൂട്ടി അനുവാദം വാങ്ങാതെ വന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനും നായരാണ്, നിങ്ങളും നായരാണ്, എന്റെ ചെവിയെ രോമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി ഈ ചെവിയെ രോമമുള്ള നായർ വലിയ നായരാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ വിരോധമൊക്കെ അടിച്ച സംഭവമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മന്നം സമാധി എന്നുള്ള സ്ഥലം അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ അപ്പോഴും അവിടെ എങ്ങനെയാണ് കയറേണ്ടതെന്ന് നേരത്തെ മുൻകൂട്ടി ചോദിച്ചാൽ തീർച്ചയായിട്ടും സുകുമാരനാർ സമ്മതിക്കുമെന്ന് തന്നെയാണ് എന്റെ വിചാരം. അല്ലാതെ അന്ന് കാണിച്ചുള്ള പരിപാടി അല്ലാതെ ഇവരെ സംബന്ധിച്ചപ്പോ എന്താണ് ശ്രീകൃഷ്ണൻകുട്ടി, അത് നമുക്ക് സുരേഷ് ഗോപിയുടെ വിഷയത്തിലാണെങ്കിൽ ഒരു മിനിറ്റ് സുരേഷ് ഗോപിയുടെ വിഷയത്തിലാണെങ്കിൽ താങ്കൾ പറഞ്ഞതിനകത്തൊരു ലോജിക്കുണ്ട്. അവിടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്മിറ്റി ഹാളിലേക്ക്, അതിന് ഏത് കമ്മിറ്റി ആയാലും അവിടെ മറ്റൊരാൾ കടന്നു കയറുന്നത് ശരിയല്ല എന്നുള്ളതൊക്കെ പറയാം. പക്ഷേ ഉപരാഷ്ട്രപതി അവിടേക്ക് ഉപരാഷ്ട്രപതി വരുന്നതിന് അന്ന് രാവിലെ ആയിരിക്കും. അവിടെ ഉപരാഷ്ട്രപതിക്ക് അവിടെ വന്നിറങ്ങുന്ന ഹെലികോപ്റ്റർ ഗ്രൗണ്ടിൽ തൊട്ടടുത്ത് മന്നസമാധി ഉണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു പ്രമുഖ സമുദായ സംഘടനയുടെ ആസ്ഥാനമാണത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അവരെ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുഴപ്പമായി പോയോ എന്ന് കരുതി പോലും ആവും ചിലപ്പോൾ ആ കയറാനൊരു താല്പര്യം വരുന്നെങ്കിൽ. സാധാരണഗതിയിൽ ഉപരാഷ്ട്രപതിമാരോ രാഷ്ട്രപതിമാരോ ഒന്നും അങ്ങനെ സ്ഥിരമായി വരുന്നില്ല. അവരൊരു താല്പര്യം പറഞ്ഞാൽ ആ താല്പര്യം അംഗീകരിച്ചു കൊടുക്കുന്നതിന് മറ്റു വേറെ തടസ്സമൊന്നും ഉള്ളതല്ല. അവിടെ വാശി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല വാശിയാണ് എന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ കാര്യം എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഞാൻ യോജിക്കുന്നു, താങ്കളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികളെ അവർ അകറ്റി നിർത്തുന്നത് സ്വാഗതാർഹമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മന്ന സമാധി സന്ദർശിക്കാൻ വരുന്നവര് അവർക്ക് എന്താണ് ഒരു മാനദണ്ഡം അവർ പ്രഖ്യാപിക്കണം. ഈ NSS പ്രഖ്യാപിക്കണം, ഇന്ന രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ മന്ന സമാധി ആർക്കും തുറന്നു കൊടുക്കും എന്ന് ഒരു പബ്ലിക്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ആരും ചെല്ലട്ടെ. രാഷ്ട്രപതി ആയാലും പൊതുജനമായാലും ആർക്കും ചെല്ലാവുന്ന രീതിയിൽ അവരുടെ മാനദണ്ഡങ്ങൾ എന്താണോ അത് പ്രഖ്യാപിക്കണം. അപ്പൊ ഇതുപോലുള്ള വിവാദങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും. മന്നത്തിനെയോ NSSനെയോ സുകുമാരൻ നായരെയോ ആൾക്കാരിനെ അതിശയം സംസാരിക്കുന്ന രീതിയൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. മുൻകൂട്ടി പ്രഖ്യാപിക്കണം, ഇന്ന രീതിയിലാണ് മന്നം സമാധി കയറാൻ ഞങ്ങൾ നിബന്ധന വെച്ചിരിക്കുന്നത്, അതനുസരിച്ച് വരുന്ന ആർക്കും കയറാം എന്നൊരു പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഈ NSSനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി BJPയും സംഘപരിവാറും കുറെ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നത് നമുക്കറിയാം. അതിനകത്ത് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത്. ശരി, ഓക്കെ. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, ഈ BJPയുടെ ഒരു നീക്കം, NSSന്റെ സുരേഷ് ഗോപിയുടെ വാക്കുകൾ പറഞ്ഞാൽ അവിടെ ഒരു ശുദ്ധീകരണം നടക്കാൻ പോകുന്നു, അവിടെ നടക്കും അല്ലെങ്കിൽ സ്വയം നടക്കുമെന്ന് പറയുന്നപ്പോൾ അത് ആ ഒരു NSSന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് മാറ്റി അവിടെ പിടിച്ചെടുക്കുമെന്നുള്ള മട്ടിലേക്ക് ആണോ വ്യാഖ്യാനിക്കേണ്ടത്? BJPക്കാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് NSSനെ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് NSSനെ ഭയപ്പെടുത്താനോ? ഓക്കെ, പറഞ്ഞോളൂ. ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഉപരാഷ്ട്രപതി തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഒരു BJP നേതാവ് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ തന്നെ NSS ജനറൽ സെക്രട്ടറിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനാനുമതി നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി കാണും ഇതിൽ. അതിനപ്പുറത്തെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് ഇപ്പം NSSന്റെ ഒരു ആളല്ല ഞാൻ, എന്നാലും എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഈ വന്ന 3 പേരും അവിടെ കയറാനായിട്ട് മുൻപേ ശ്രമിച്ചോ എന്ന് എനിക്കറിയില്ല, അതിലേക്ക് ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഡോഗ് സ്ക്വാഡും പോലീസുകാർ ഷൂ ഒക്കെ ഇട്ട് കയറുന്നതിൽ അവർക്ക് അതൃപ്തിയുണ്ട്. അങ്ങനെ ചെയ്യാനും പാടില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കണം അവർക്ക് അതിന് ഇത് കിട്ടാഞ്ഞത്. അതിപ്പം പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല, BJPക്കാർ ഭയങ്കര കണ്ണിങ്ങാണ്. അത് കിരണിന് മനസ്സിലായി കാണുമല്ലോ. അവര് ഈ NSSനെ പിടിച്ചു കെട്ടാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് അവർ കുറച്ച് നാളായിട്ട് നടക്കുന്നത്. അതിന് ഈ സുകുമാരൻ നായർ പിടികൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ.
ജയുടെ അഭിപ്രായം ശ്രീ ബാലനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബി ജെ പിക്ക് വഴങ്ങുന്നില്ല NSS, അതുകൊണ്ട് BJP-യെ NSS-നെ മെരുക്കാം എന്നൊരു നീക്കം കൂടിയാണോ ഇതിന് പിന്നിൽ? നമസ്കാരം. നമ്മുടെ ഈ CPM ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ട് ഇങ്ങനെ സുകുമാരൻ നായർ ഇങ്ങനെ സൂക്ഷിക്കുന്ന കാണുമ്പോൾ എനിക്കും സുഖം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ നിന്ന് നിലവിലുള്ള ഈ എല്ലാ ജാതി സമുദായങ്ങളും, അതിപ്പോ മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻസിന്റെ ആയിക്കോട്ടെ, SNDP ആയിട്ട്, NSS ആയിട്ട്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിലെ സാധാരണക്കാരെ കൊണ്ട് ഒരു ഗുണ പാർട്ടി ആ സംഘടന കൊണ്ടില്ല. അവരൊക്കെ നേരത്തെ സ്കൂളോ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ ഒക്കെ വെച്ച് അവരിങ്ങനെ സമ്പന്നരായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഒരു പെട്ടെന്ന് പറയുകയാണ് ഇവിടെ. പിന്നെ ഇപ്പൊ നേരത്തെ കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ ഉപരാഷ്ട്രപതി അജയൻ ആ തിരഞ്ഞെടുപ്പ് ഒന്ന് കടന്നപ്പോ അന്ന് നമുക്കൊന്ന് കയറാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വ്യക്തമായ പ്രോട്ടോകോളും കാര്യങ്ങളിലല്ലേ. അവരുടെ ഓരോ പരിപാടിയും ചാർട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളല്ലേ. സുരേഷ് ഗോപി അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ ഞാൻ BJP ഒന്നല്ല, BJP-ന് എന്തിനെന്തിനും ഇത്ര അലർജി കാണിക്കുന്നില്ലെന്ന്. കേന്ദ്രം 2-3 ടൈം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ, 10-22 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അവരോട് ഇത്ര അലർജി എല്ലാ പാർട്ടിക്കും അവർക്ക് ഇതില്ലേ, കയറാൻ പറ്റില്ല. പിന്നെ അവർ ഡോക്ടറോട് ഇവർക്ക് ഏത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവർക്കൊക്കെ രാഷ്ട്രീയമില്ലേ? ഏത് കാലത്ത് അവർക്ക് രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയക്കാരനല്ലേ ഉപരാഷ്ട്രപതിയും പിന്നെ രാഷ്ട്രപതിയൊക്കെ ആയുള്ള ഒരു രാധാകൃഷ്ണൻ ആദ്യമായിട്ട് ഒന്നൊന്നല്ലല്ലോ. ഡോഗ് സ്ക്വാഡ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇവര് ചുറക്കുണ്ട്. കാരണം NSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം. നാരായണ പണിക്കർ രീതിയല്ല ഇങ്ങനെ തന്നെ വീട് ദിവസം മുഖ്യമന്ത്രിയായത് മോശമായി പോയി എന്ന് പറഞ്ഞ ആളുകള്. എന്നാൽ രമേശ് ചെന്നിത്തല നല്ല മഹാനാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോകുമ്പോ അത് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായം പറയുന്നേ. അതിലിപ്പോ അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു കമന്റ് പറയാം. പെരുന്നേലിപ്പൊ ഒരു നായ ഇരിക്കുന്ന കാരണം ഇനിയിപ്പോ ഡോഗ് സ്ക്വാഡിൽ നായ അവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലിപ്പോ തെറ്റ് പറയാനൊന്നും കേട്ടോ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നമസ്കാരമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷ് പാരിപ്പായി, നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം കൊടും ക്രിമിനലിനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചായിരുന്നു. അതിന് ന്യൂസ് 8-ന് പേടിയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വിമർശിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞു. സന്തോഷ് പാരിപ്പായിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം ന്യൂസ് 18 കാണാത്ത ആളല്ല, സ്ഥിരമായി കമൻ്റ് എഴുതുന്ന ആളാണ്. ചിലരിങ്ങനെയാണ്, അവർക്ക് ആ സമയത്ത് തോന്നുന്നത് എന്തും വിളിച്ചു പറയും. അതിന് വിവരക്കേട് എന്നാണ് ശ്രീ സന്തോഷ് പാരിപ്പായി പറയാനുള്ളത്. പച്ചയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാ BJP-കാരുടെ പരാതി അവർക്കെതിരെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നാണ്. CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും പരാതി അത് തന്നെയാണ്. CPM-നെതിരെ വന്നാലും കോൺഗ്രസിനെതിരെ വന്നാലും BJP-ക്കെതിരെ വന്നാലും ഒക്കെ പൊതുവേദി എന്തായാലും നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വാർത്തയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിരെ വാർത്ത കൊടുക്കില്ല എന്നുള്ള നിലപാട് എന്തായാലും ഞങ്ങൾക്ക് ഇല്ല. താങ്കൾക്ക് പൊതുവേദിയുടെ മുൻ ലക്കങ്ങളൊക്കെ എടുത്ത് വായിക്കാവുന്നതാണ്. ഒരു പൊതു സദസ്സിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു മിനിമം മര്യാദ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുവിടാനായിട്ടൊന്നും അല്ല, അത് മനഃപൂർവ്വം അങ്ങനെ അങ്ങ് എഴുതുകയാണ്, പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എഴുതുകയാണ്. താങ്കളുടെ ഇഷ്ടം എന്തായാലും അങ്ങനെ. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ വാക്കല്ല വേറെ ഒന്നും വിവരിക്കാൻ അതിനില്ല. മറ്റൊന്ന്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ മുരളി സാറ് രാഷ്ട്രീയത്തിൽ നിന്ന് അഴുകിയെല്ലാവരും എന്നൊക്കെ പറയുന്നത് എന്താണ്, പല ചർച്ചകളുടെയൊക്കെ തുടർച്ചയാണത്. എന്തായാലും അത്രയും കുറേയേറെ. സുകുമാരൻ നായർ പക്ക കോൺഗ്രസ്സുകാരനാണ്. അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾ എന്തോ സംഭവം ആണ് എന്നാണ്. ഇവരെ ആരും ഒന്നും വിലവെക്കാറില്ലെന്ന് മോൻസക്ക് ഒരാൾ പറയുന്നു. മന്ദം സമാധിയിൽ കയറാനുള്ള മാനദണ്ഡം അവർ പ്രഖ്യാപിക്കണമെന്ന് അത് ഇദ്ദേഹം തന്നെയാണ്, കൃഷ്ണൻകുട്ടി തന്നെയാണ് പറയുന്നത്. എന്തായാലും രാജീവാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJP-യുടെ നേതാക്കൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തിയ വിമർശനം, അത് എന്തുകൊണ്ടാവും അങ്ങനെ ഒരു വിമർശനം? അതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം എന്താവും? BJP നേതാക്കള് സാറേ അത് വിമർശിച്ചത് NSS-ോടല്ല, സുകുമാരൻ നായരോടുള്ള ഇത് വെച്ചാൽ. സുകുമാരൻ നായരെ വിമർശിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് NSS-ന്റെ വിമർശനമല്ല. NSS-ന്റെ എല്ലാവർക്കും പിന്തുണയൊന്നും സുകുമാരൻ നായർക്ക് അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ, CPM-ന്റെയോ കോൺഗ്രസിന്റെയോ പ്രധാനപ്പെട്ട ആൾ സെക്രട്ടറിയെ, അവിടുത്തെ KPC പ്രസിഡന്റിനെയോ CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ച എല്ലാ പാർട്ടിക്ക് നേടുന്ന വിമർശനം തന്നെയാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം. സാറ് പറയുന്നത് ശരി തന്നെ. പക്ഷെ എനിക്കൊരു അഭിപ്രായം പറഞ്ഞു, എന്റെ ഒരു അഭിപ്രായം എല്ലാവരെയും അവിടെ കയറ്റണം. കയറ്റി എങ്കിലേ ഇവരെ പോലുള്ളവരെല്ലാം വന്നെങ്കിലേ ഇവിടെ മറ്റുള്ള ജനങ്ങളെല്ലാം അവിടെ വന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കും. വരുന്ന തലമുറയ്ക്ക് ഇങ്ങനൊരു ആളുണ്ടായിരുന്നെന്നും ഇങ്ങനൊരു ഇന്നങ്ങനെ ഒരാളെ അവിടെ സമാധിയിൽ വെച്ചിട്ടുണ്ടെന്നും ഒക്കെ എല്ലാം പിള്ളേർ കൊച്ചുങ്ങൾക്കൊക്കെ പഠിച്ചു വരണ്ടേ. ഇവരെല്ലാവരും കയറ്റണം. എന്റെ ഒരു അവിടെ ശിവഗിരി തന്നെ നമ്മൾ എല്ലാവർക്കും കയറാം. പിന്നെ ചെമ്പഴന്തി, പിന്നെ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച ഗുരുദേവനാ ശിവന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇന്നവർക്ക് ബുദ്ധി കൊടുക്കട്ടെ ഈ നമ്മളെ സുകുമാരൻ നായർക്ക്. പിന്നെ ഒന്ന്
രണ്ടാമത്തെ ഒരു കാര്യം, BJP ഹൈജാക്ക് ചെയ്ത് ചുമ്മാതെ പറയില്ല. തിരുവനന്തപുരത്ത് ഇപ്പം 2 അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചത് നായേഴ്സിന്റെ ഏറ്റവും കൂടുതൽ വോട്ട്. അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ആരോ BJP. അവിടെ ഏറ്റവും കൂടുതൽ നായേഴ്സിന്റെ വോട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഹൈജാക്ക് ചെയ്തിട്ടാണോ BJP അവിടെ ഇതൊന്നും. പിന്നെ NSSന്റെ ഒരു 100 ആൾക്കാരിൽ 99% ആൾക്കാർക്കും ഇദ്ദേഹത്തോട് എതിരാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉപരാഷ്ട്രപതി ഉന്നയിച്ചത്. സുരേഷ് ഗോപിയും ഇതേ വിമർശനം തന്നെ ഉന്നയിച്ചു. നേരത്തെ CV ആനന്ദബോസും ഇതേ വിമർശനം ഉന്നയിച്ചിരുന്നു. മന്നം സമാധിയിൽ ഈ 3 പേരുടെയും സന്ദർശനാനുമതി പല കാരണങ്ങളാൽ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു മുൻ ചരിത്രം കൂടിയുണ്ട്. ഒപ്പം തന്നെ NSS സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരകാലത്തൊക്കെ ഒരുമിച്ച് നിന്ന് NSSന് പക്ഷേ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ട പിന്തുണ നൽകിയില്ല എന്നുള്ള ചില തോന്നലുകൾ, NSSന്റെ സമദൂര സിദ്ധാന്തങ്ങൾ, അങ്ങനെ പല രാഷ്ട്രീയ കാരണങ്ങളും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ ഉണ്ടാവാം. ഈ ലക്ഷ്യങ്ങളൊക്കെ ചിലത് വ്യക്തമാക്കുന്നതും ചിലതിനെ ന്യായീകരിക്കുന്നതുമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൽ ശരിയും തെറ്റും ഒക്കെ ഉണ്ട്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അവരവരുടെ വ്യാഖ്യാനങ്ങൾ കൂടിയാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയമായി.